ദക്ഷിണേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു വഴിത്തിരിവിലാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ സാമ്പത്തിക സ്വാധീനത്തിൽ കഴിഞ്ഞിരുന്ന അയൽ രാജ്യങ്ങൾ ഇപ്പോൾ ചൈനയുടെ വാഗ്ദാനങ്ങൾ സ്വീകരിച്ച് കൂട്ടത്തോടെ നിലപാട് മാറ്റുകയാണ്. ഇന്ത്യയുടെ പരമ്പരാഗത ആധിപത്യത്തിന് ഒരു തിരിച്ചടി കൂടി ഉണ്ടായിരിക്കുന്നു എന്ന് ചുരുക്കം. പതിറ്റാണ്ടുകളായി ഇന്ത്യയെ മാത്രം ആശ്രയിച്ചിരുന്ന നേപ്പാൾ കറൻസി അച്ചടിക്കാനുള്ള നിർണായക കരാറ് ചൈനയ്ക്ക് നൽകിയിരിക്കുകയാണ്. തങ്ങളുടെ 1000 രൂപയുടെ കറൻസി നോട്ടുകൾ അച്ചടിക്കാനുള്ള നിർണായക കരാർ നേപ്പാൾ ചൈനയ്ക്ക് കൈമാറിയിരിക്കുന്നു. ഇതൊരു രാജ്യത്തിന്റെ മാത്രം കാര്യമല്ല. ഇന്ത്യയുടെ 5-ലധികം അയൽ രാജ്യങ്ങളുടെ കറൻസികൾ ഇപ്പോൾ ചൈനീസ് പ്രസ്സുകളിൽ അച്ചടിക്കുന്നുണ്ട്. എങ്ങനെയാണ് ചൈന ഈ കറൻസി ഗെയിമിൽ ഇന്ത്യയെ മറികടന്നത്? അതിന്റെ ഭൗമരാഷ്ട്രീയപരമായ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. നവംബർ ആദ്യവാരം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം നേപ്പാൾ രാഷ്ട്ര ബാങ്ക് NRB 1000 രൂപയുടെ 43 കോടി നോട്ടുകൾ അച്ചടിക്കുന്നതിനുള്ള കരാർ ചൈനീസ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ചൈന ബാങ്ക് നോട്ട് പ്രിന്റിംഗ് ആൻഡ് മിന്റിംഗ് കോർപ്പറേഷൻ CBPMCക്ക് നൽകിയിട്ടുണ്ട്. ഈ കരാറിന്റെ മൂല്യം ഏകദേശം $17 മില്യൺ, ഏകദേശം 150 കോടി ഇന്ത്യൻ രൂപയാണ്. ഇതൊരു ചരിത്രപരമായ മാറ്റമാണ് ശരിക്കും. 1945 മുതൽ 2015 വരെ നേപ്പാളിന്റെ കറൻസി അച്ചടിയിൽ ഇന്ത്യയുടെ സെക്യൂരിറ്റി പ്രസ്സുകൾക്കായിരുന്നു പ്രധാന പങ്കുണ്ടായിരുന്നത്. എന്നാൽ 2015-ൽ KP ശർമ്മ ഒലി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് തുടങ്ങിയ രാഷ്ട്രീയപരമായ ചില കാരണങ്ങളും കറൻസിയിലെ നേപ്പാളിന്റെ പുതിയ ഭൂപടം സംബന്ധിച്ച ഇന്ത്യയുടെ എതിർപ്പുകളും ഈ മാറ്റത്തിന് ആക്കം കൂട്ടി. 2020 ജൂൺ 18-ന് നേപ്പാൾ രാജ്യത്തിന്റെ പുതിയ രാഷ്ട്രീയ ഭൂപടം പുറത്തിറക്കിയിരുന്നു. അതിൽ ലിപുലേഖ്, അതുപോലെ ലിംപിയാധുര, കാലാപാനി എന്നിവ നേപ്പാളിന്റെ ഭാഗമായി കാണിക്കുകയും ചെയ്തു. ഇതിനായി നേപ്പാളിന്റെ ഭരണഘടനയും ഭേദഗതി ചെയ്തിരുന്നു. ആ സമയത്ത് ഇന്ത്യൻ സർക്കാർ ഈ നീക്കത്തെ ഏകപക്ഷീയമാണെന്ന് പറഞ്ഞ് എതിർത്തു. അതിനുശേഷം നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു. അതോടെ ഇന്ത്യക്ക് ഈ പ്രധാന വിപണി പൂർണ്ണമായും നഷ്ടമായി എന്ന് വേണം പറയാൻ. ചൈനയുടെ വിജയത്തിന് പിന്നിലെ തന്ത്രപരമായ കാരണങ്ങൾ ഒന്ന് പരിശോധിക്കാമെങ്കിൽ, കറൻസി അച്ചടി കരാറുകൾ സ്വന്തമാക്കുന്നതിൽ ചൈനീസ് കമ്പനികൾ മുന്നിൽ നിൽക്കുന്നതിന് പിന്നിൽ കുറഞ്ഞ വില മാത്രമല്ല, തന്ത്രപരവും സാങ്കേതികവുമായ വ്യക്തമായ നീക്കങ്ങളുണ്ട്. കുറഞ്ഞ ചെലവും ആഗോള വിപണിയും തന്നെയാണ് ഒന്നാമത്. അതായത് ചൈനീസ് കമ്പനിയായ CBPMC നൽകിയ ഏറ്റവും കുറഞ്ഞ ലേലത്തുക നേപ്പാളിന് ആകർഷകമായിരുന്നു. വെറും ദക്ഷിണേഷ്യ മാത്രമല്ല, US, UK തുടങ്ങിയ രാജ്യങ്ങളിൽ പോലും കറൻസി അച്ചടി വിപണിയിൽ ചൈനീസ് കമ്പനികൾ ആധിപത്യം സ്ഥാപിക്കുന്നതിന്റെ പ്രധാന കാരണം അവരുടെ വിലക്കുറവും ഉയർന്ന കാര്യക്ഷമതയുമാണ്. ഇനി അത്യാധുനിക സാങ്കേതിക വിദ്യയാണ്. കള്ളനോട്ടുകൾ നിർമ്മിക്കുന്നത് അതീവ ദുഷ്കരമാകുന്ന കളർ ഡാൻസ് പോലുള്ള നൂതനമായ ഹോളോഗ്രാഫിക് ഫീച്ചറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സുരക്ഷാ സാങ്കേതിക വിദ്യ ചൈന ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അടുത്തത് തന്ത്രപരമായ ഏറ്റെടുക്കലാണ്. അതായത് 2015-ൽ ലോകത്തിലെ പ്രമുഖ കറൻസി അച്ചടി കമ്പനിയായ ബ്രിട്ടനിലെ ഡീലാറൂവിന്റെ ബാങ്ക് നോട്ട് ഡിവിഷൻ ചൈന ഏറ്റെടുത്തതോടെ അവർക്ക് ആഗോളതലത്തിൽ സാങ്കേതിക വൈദഗ്ധ്യവും വിശ്വാസ്യതയും ക്ലയന്റ് ബേസും ഒരുമിച്ച് ലഭിച്ചു. ഇനി രാഷ്ട്രീയമായ പ്രയോജനം എന്ന് വെച്ചാൽ, ഇന്ത്യയുമായി ഉണ്ടാകാറുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ അല്ലെങ്കിൽ കരാറുകളിലെ കാലതാമസം എന്നിവ ഒഴിവാക്കാൻ ഒരു രാഷ്ട്രീയ തടസ്സങ്ങളും ഇല്ലാത്ത ചൈനയെ ആശ്രയിക്കുന്നത് അയൽ രാജ്യങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ള മാർഗമായി. നേപ്പാൾ വെറും ഒരു തുടക്കം മാത്രമാണ് ശരിക്കും. ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളിലും ചൈനയുടെ ഈ സ്വാധീനം വ്യക്തമായി കാണാം. റിപ്പോർട്ടുകൾ പ്രകാരം നേപ്പാളിന് പുറമെ ബംഗ്ലാദേശ്, ശ്രീലങ്ക, മലേഷ്യ, തായ്ലൻഡ്, അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള 5-ലധികം രാജ്യങ്ങളുടെ കറൻസികൾ ഇപ്പോൾ ചൈനീസ് പ്രസ്സുകളിലാണ് അച്ചടിക്കുന്നത്. കേവലം അടിസ്ഥാന സൗകര്യ വികസനത്തിന് വായ്പ നൽകുന്നതിനപ്പുറം ഒരു രാജ്യത്തിന്റെ കറൻസി അച്ചടി ഏറ്റെടുക്കുന്നതിലൂടെ ചൈന അവരുടെ സാമ്പത്തിക പരമാധികാരത്തിൽ കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഇതൊരു നിശബ്ദ വെല്ലുവിളിയും അവരുടെ പവർ പ്രൊജക്ഷനാണ്. കാരണം കറൻസി സുരക്ഷയിലുള്ള ആശ്രയത്വം രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ശക്തമായ സ്വാധീനമായി മാറും. ദക്ഷിണേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക രംഗത്ത് ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഈ സ്വാധീനം ഇന്ത്യയുടെ പ്രാദേശിക ആധിപത്യത്തിന് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ്. അയൽ രാജ്യങ്ങളുമായുള്ള സാമ്പത്തിക തന്ത്രപരമായ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതിന്റെ അടിയന്തര ആവശ്യകതയാണ് ഈ കറൻസി പോരാട്ടം ഇന്ത്യക്ക് മുന്നിൽ വെക്കുന്നത്.